കോമഡിയും മിമിക്സും പിന്നെ ഞാനും. കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്റെ സിനിമയിലേക്കുള്ള വരവ് എന്ന് വെച്ചാൽ മിമിക്രി എന്ന കലാരൂപത്തിലൂടെയാണ്. പക്ഷെ ഇന്ന് ഞാനൊരു പഴയ മിമിക്രിക്കാരനാണ്. അപ്പോ ഈ പഴയ മിമിക്രിയും പുതിയ മിമിക്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എന്നോട് ചോദിച്ചാല് ടൈപ്പ്റൈറ്ററും കമ്പ്യൂട്ടറും പോലെയുള്ള വ്യത്യാസം രണ്ടിലുമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ടൈപ്പ്റൈറ്റർ നമുക്ക് അത്യാവശ്യമായിരുന്നു, അതില്ലാതെ നമുക്ക് ചിന്തിക്കുക കൂടി വയ്യ. പക്ഷേ ഇന്ന് അതിന്റെ മോഡേൺ വേർഷൻ വന്നു കഴിഞ്ഞു, കമ്പ്യൂട്ടർ. അപ്പോൾ ആ വ്യത്യാസം ഈ പഴയ മിമിക്രിയിലും പുതിയ മിമിക്രിയിലും ഉണ്ട്. അപ്പൊ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാല് രണ്ടും നല്ലതാണെന്ന് പറയാം. ഇപ്പോ എന്നെപ്പോലുള്ള ആൾ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിന്റെ കൂടെയാണ്. അപ്പോൾ പുതിയ മിമിക്രി തന്നെയാണ് നല്ല മിമിക്രി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അനുകരിക്കുന്നതൊക്കെ. അപ്പോൾ ടൈപ്പ്റൈറ്ററിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള ദൂരം, അതാണ് പഴയ മിമിക്രിയും പുതിയ മിമിക്രിയും. എക്സ്ക്യൂസ് മീ സാർ. എക്സ്ക്യൂസ് മീ. എന്റെ പേര് റുഡോൾഫ് എന്നാണ്. റുഡോൾഫ്. റുഡോൾഫ് പറയൂ. സാർ, ഞാൻ പത്രത്തിലൊരു പരസ്യം കണ്ടായിരുന്നു. ഈ ചാനലിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇങ്ങനെ ആഡ് കൊടുത്തിരുന്നു. പത്രത്തിൽ വാർത്ത വായിക്കാനാണ് ഞങ്ങൾക്ക് ആളെ ആവശ്യം. അതെ. റുഡോൾഫേ, അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചാനൽ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ആനുകാലിക പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. സത്യസന്ധമായ വാർത്തകൾ വായിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ ഒരു നുണ പോലും പറഞ്ഞു. എന്റെ ജീവിതം ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ല. സാർ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് വാർത്തകൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് വായിക്കാൻ വേണമെന്നുണ്ട്. ആയിക്കോട്ടെ, ഒന്ന് വായിച്ചു. സാർ വായിക്കാം. ഞാനെന്തിനാ ഇത് വായിക്കുന്നത്? ഇത് താങ്കൾ റുഡോൾഫ് വായിക്കൂ. ഞാൻ കാരണം തനിക്ക് എഴുതാനും വായിക്കാനും അറിയുന്നത് ഞാനും നോക്കണ്ടേ? ഓക്കെ. വായിക്കൂ. ഓക്കെ. സാർ, ഈ കൈയൊന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുമോ? കൈ വെക്കണം. ഈ വാർത്ത വായിക്കുമ്പോൾ എനിക്കിതിങ്ങനെ വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള വാർത്ത ഇങ്ങനെ നിന്നൊന്ന് വായിക്കാം. വായിച്ചു. കാരണം ഇത് വെച്ചില്ലെങ്കിൽ പണിയാണ്. ആയിക്കോട്ടെ. കുത്തി പിടിക്കല്ലേ കേട്ടോ. ഇത് ലാപ്പൊന്നും ഇവിടെ ഇല്ലല്ലേ? ഇല്ല. നമുക്ക് ഈ വാർത്ത നോക്കി വായിക്കണ്ടോ? ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വായിക്കുന്നത്. വായിച്ചോളൂ. ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടി ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നു. വളരെ നന്നായിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. സാറിന് ഇഷ്ടപ്പെട്ടാൽ മതി. കേരളത്തിൽ 2 യുവാക്കൾ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ആക്സിഡന്റിന് കാരണം വെള്ളമടിച്ചത് കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് എവിടെയാണോ സംഭവം നടന്നത്? എന്റെ സാറ്, ഇത് കേരളമല്ലേ? കേരളത്തിൽ എന്തായാലും ബൈക്കിൽ ആൾക്കാർ വെള്ളം അടിച്ച് ഓടിക്കും. ഇതുപോലെ എവിടെയെങ്കിലും ആരെങ്കിലൊക്കെ ചാകുന്നുണ്ടാവും. അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലൊക്കെ വെള്ളമടിച്ച് വണ്ടി അപകടങ്ങൾ നടക്കുന്നു. അതപ്പോ താൻ വാർത്തയിൽ മുൻകൂർ വാർത്ത വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളാം. അടുത്ത വാർത്തകൾ വായിക്കും. ഓക്കെ, അടുത്ത വാർത്ത. എന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ ഈ സാധനം? എന്നാ ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. സാർ, ഈ വാർത്ത ശ്രദ്ധിച്ചോളൂ. ഭർത്താവുമായി വഴക്കിട്ട ഭാര്യ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇത് കണ്ടു നിന്ന അമ്മായിയമ്മ ഉടനടി തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് കഞ്ഞിക്കടപ്പത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നന്നായിട്ടുണ്ട്. അപ്പൊ അടുത്ത വായിക്കും. തിരുവനന്തപുരത്ത് ഒരു വീട്ടുടമ ഷോക്കേറ്റ് മരിച്ചു. ആ മാസത്തെ കറണ്ട് ബില്ല് കണ്ട് വീട്ടുടമസ്ഥൻ ഹൃദയാഘാതം മൂലം മരിക്കുകയാണ് ഉണ്ടായത്. എന്റെ സാറെ, വീട്ടുടമ, അതായത് തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടുടമ ഷോക്കേറ്റ് മരിച്ചു. ആ മാസം കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്കും വീട്ടുടമസ്ഥൻ അത് കണ്ട് ഷോക്കിന്റെ ബില്ല് കണ്ട് ഹൃദയാഘാതം മൂലം മരിച്ചു. ഷോക്കേറ്റ് മരിച്ച കറണ്ട് ചാർജ്. എനിക്കിപ്പോഴാ കത്തിയത്. നമുക്ക് ഈ കറണ്ടിനെതിരെ ഒരു സാധനം കൊടുക്കണ്ടേ? ഓക്കെ. കേരളത്തിലെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടി ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് കേരള സർക്കാർ. നല്ല സാധനം, നല്ല ഒരു ട്രെൻഡിനനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും തൊലിക്കട്ടിക്കുള്ള കണ്ടാമൃഗം സ്മാരക അവാർഡ് സുരേഷ് പണ്ഡിറ്റ് ഏറ്റുവാങ്ങി. അത് വളരെ ഒറിജിനൽ കാര്യമാണ് താൻ പറഞ്ഞത്. നന്നായിട്ടുണ്ട്. കേരളത്തിൽ ഗ്യാസിന് വില കൂടി. ഇനി മുതൽ ഒരു വർഷത്തേക്ക് 6 ഗ്യാസുകൾ മാത്രമേ അനുവദിക്കൂ എന്നും ബാക്കി ദിവസങ്ങൾ ചക്കക്കുരുവും ഉരുളൻകിഴങ്ങും പരിപ്പും വാങ്ങിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കേരള സർക്കാർ. കൊള്ളാം. അപ്പൊ തന്റെ വാർത്തകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ശരി സാർ. അപ്പോയിന്റ്മെന്റ്. സാറിന് ഇത്ര പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്താ? തീർച്ചയായിട്ടും. ഇതൊരു വാർത്താ ചാനലാണ്. 24 മണിക്കൂർ ഇവിടെ ഇരുന്ന് ഞാൻ വാർത്ത വായിച്ച് എന്റെ കുടുംബത്ത് പോലും ഒന്നും പോകാൻ പറ്റണില്ല. ഇനിയെങ്കിലും വീട്ടിൽ പോട്ടെ, ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. ഒരു കാര്യം ചെയ്യും, താൻ ഇവിടെ ഇരുന്ന് വാർത്ത വായിക്കും. അതെ. ടി ചാനലാണ്. ആണോ? ഞാൻ സാറ് വരുമ്പോ പറയാം. ഓക്കെ. എന്തൊക്കെ വാർത്തകളെല്ലാം വന്നോ? അയ്യോ സാറായിരുന്നു. സാറേ, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. സാറിന്റെ അനിയൻ വിലാസി എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പൊളിച്ചോടി പോയിരുന്നു.
ആര്? സാറിന്റെ അനിയനെ വിലാസിനി എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പൊളിച്ചോടി പോയെന്ന്. എന്താ? എന്റെ ദൈവമേ, എന്താ എന്റെ അനിയനെ ഞാൻ എങ്ങനെയാണ് ഞാനങ്ങനെ പറയൂടോ? സാറ് തന്നെ ഇങ്ങനെ അനിയൻ ഒളിച്ചോടിപ്പോന്ന് പറയും, ഇങ്ങനെ നടന്ന് കരഞ്ഞ എങ്ങനെയാ സാറ്? അവനത് കൊള്ളാവാ. എന്താണ് സാഹോ മോനെ പോലെ ആയിരിക്കും സ്വന്തം അനിയനെ കണ്ടേക്കണല്ലേ? അതൊക്കെ പോലെ വളർത്തി അവനോട് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. എന്ത് സ്നേഹമാണെന്നറിയാമോ അവനോട്? 24 മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് വാർത്ത വായിക്കുന്നതല്ലേ സാറേ? അത് ഇന്നല്ലെങ്കിൽ നാളെ അനിയൻ എന്തായാലും കല്യാണം കഴിക്കാനുള്ളതല്ലേ? പിന്നെ ഇനിയിപ്പോ എന്തായാലും അവനൊരു പെണ്ണിനെ പൊളിച്ചോടിപ്പോ അതിന് ഇത്ര കരയാനിട്ട് കാര്യമൊന്നുമില്ല. എടാ, അവൻ കല്യാണം കഴിച്ചോട്ടെ, അത് എന്റെ ഭാര്യയും വിളിച്ചോണ്ട് പോകട്ടെ, വല്ല കാര്യമുണ്ടോ? പഞ്ചായത്തില് ഹലോ, അവിടെ നിന്ന്. അതെ, ഹലോ. ആഹാ, കൊള്ളാലോ. എന്നെ കാണല്ലോ ഓടിക്കളഞ്ഞ. ഹലോ ഹലോ, ഇറങ്ങി വന്നേ. വരാൻ പറ്റില്ലെന്നാ പോലീസുകാരനോടാ വരാൻ പറ്റില്ലെന്ന്. അതെ, എന്തിവിടെ പ്രശ്നം എന്താണ്? കുറെ നേരെ പഞ്ചായത്തിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളണം. നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടാ? കംപ്ലൈന്റ്, പരാതി. പിന്നെ ഇവിടെ കൂട്ടത്തിലുണ്ടായ ആളെന്തേ? ഉറങ്ങിയാണെന്നാ? ഇത്ര നേരം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ ആള്. വിളിച്ച ആളെ വിളിച്ചേ. കൊല്ലി ഞാൻ പോയി വിളിക്കാൻ കേട്ട്. പോലീസുകാരനടുത്ത് വേഷം കിട്ട്. വീടിയും വലിച്ചോണ്ട് പോലീസുകാരന്റെ മുമ്പിലാ വന്നെ. നിങ്ങളുടെ കല്യാണം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ശരിക്കും? നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലെന്ന കാര്യം എനിക്കറിയാം. ശരിക്കും നിങ്ങൾ അമേരിക്കയിലുള്ളവരല്ലേ? അമേരിക്കയിൽ എങ്ങനെ അമ്പലത്തിൽ വെച്ചായിരുന്നോ കല്യാണം? അമ്പലത്തിൽ വെച്ചല്ല. അപ്പൊ പിന്നെ എവിടെ വെച്ചായിരുന്ന കല്യാണം? പള്ളിയിൽ വെച്ചായിരുന്ന? പള്ളിയിലും അല്ല, അമ്പലത്തിലും അല്ല, പള്ളിയിലും അല്ല. അപ്പൊ പിന്നെ രജിസ്റ്റർ മാരേജ് ആയിരിക്കും അല്ലേ? അതുമല്ല, അമ്പലത്തിലും അല്ല, പള്ളിയിലും അല്ല, രജിസ്റ്റർ മാരേജും അല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചേ? ആഹാ, ബുക്കിക്കൊണ്ട് പോന്നാണല്ലേ. കൊള്ളാം, സൂപ്പർ ഫാമിലി. അല്ല, ഇപ്പൊ ഈ കേരളത്തിൽ വന്നിട്ടേ ചേച്ചിക്ക് കേരളത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? കുഞ്ചാക്കോ ബോബൻ. ചേട്ടാ, പോലീസുകാരന്റെ മുമ്പിൽ വെച്ച് തല്ലു പിടിക്കുന്ന തലയടിച്ച് പൊട്ടിക്കും ഞാൻ. ചേട്ടനോട് ഞാൻ ചോദിക്കാൻ പോണേട്ടാ. പോലീസുകാരന്റെ മുമ്പിലുണ്ട് വേഷം കെട്ടുന്നു. ചേട്ടന് കേരളത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? എന്തോന്ന്? കാവ്യ മാധവൻ. അതെ, ഞാൻ തല്ലു പിടിക്കും. അതെ, ഇതെന്ത് പണി കാണിക്കണത്? ചേച്ചി അത് കണ്ട? ചേട്ടൻ മടക്കിട്ട് പോയി പോക്കണ്ട ചേച്ചി. ചേട്ടൻ കൊണ്ട് പോരാ. അതെ അതെ ചേട്ടൻ തലപൊട്ടി പോകുന്നത്. പോലീസുകാരത്തെ തലക്കടിക്കും ഞാൻ. അതെ, ചേട്ടൻ ഇങ്ങനെ തല്ലല്ലേ, തല പോവും ചേച്ചിടാ. പോട്ടെ ചേച്ചി, പോട്ടെ. അതെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും. അതെ ചേട്ടാ, എന്തേ കാണിക്കണത്? ചൂലും കൊണ്ട് വന്നേക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയ്യോ ചേട്ടാ, തലകൊണ്ട് തല കിട്ടാൻ. ചേട്ടാ എഴുന്നേക്കാൻ. ചേട്ടാ ആണുങ്ങൾക്കാണ് മോശക്കേട്. എഴുന്നേക്ക്, കമോൺ സ്റ്റാൻഡപ്പ്. ചേച്ചി, ചേട്ടാ എഴുന്നേക്കട്ടെ, കമോൺ സ്റ്റാൻഡപ്പ്. പൊങ്ങട്ടെ. ചേച്ചി, അയ്യോ ചേട്ടാ എഴുന്നേക്കേട്ടാ. ചേച്ചി, ചേട്ടാ ദേ, ചേട്ടൻ ചത്തുവെന്ന് തോന്നണേട്ടാ. കേസ് ഞാൻ ഫയൽ ചെയ്യും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വിളി, ആളെ വിളിച്ച. ഇത് പെറ്റീഷനായിട്ട് മാറും. സ്നേഹത്തോടുകൂടി വിളി. എന്റെ ചേട്ടാ, എഴുന്നേക്ക് ചേട്ടാ. അയ്യോ അതെ, ഇത് വലിയ തലവേദനയായല്ലോ ഇപ്പൊ. അതെ, ഞാൻ വെറുതെ പറഞ്ഞ ചത്തുപോയെന്ന്. അതെ, ചേട്ടനെ വിളിച്ച, തട്ടി വിളിക്ക്. എഴുന്നേക്ക് ചേട്ടാ, എഴുന്നേക്ക് ചേട്ടാ. എവിടെ ചേട്ടൻ എഴുന്നേക്കൊന്നും എനിക്ക് തോന്നണല്ല. അതെ, കരയാൻ പറഞ്ഞതല്ല ഞാൻ. അതൊന്ന് വിളിച്ച ചേട്ടനാ, തട്ടി വിളിക്ക്. തട്ടി വിളിക്കാൻ പറഞ്ഞിട്ട് തട്ടി കളിക്കണം. അവിടെ തന്നെ കേടാ. ചേട്ടനൊന്ന് തട്ടി വിളിക്ക്.
തട്ടി വിളിക്കാൻ പറയുമ്പോ തട്ടി കളിക്കണിട്ടു. എന്റെ പൊന്നോ ജീവൻ വീണ്. പോട്ടേട്ടാ പോട്ടേട്ടാ. കണ്ടില്ലേ, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുട്ടനിടിയ. നമ്മളൊക്കെ പ്രണയിച്ചിട്ടുള്ളവരാണ്. പ്രണയിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം വരെ ഉള്ളൂ. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്, പ്രണയിക്കാതെ വിവാഹം കഴിക്കുന്നവരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വിവാഹം കഴിഞ്ഞാൽ ഒരിടി ഉറപ്പാണ്. അതെല്ലാവരും നേരിട്ട് കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് അടുത്ത വീട്ടിലൊക്കെ ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ന് സമാധാനിപ്പിക്കാറുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരു ചെറിയ വഴക്ക് അവർ തമ്മിൽ ഉണ്ടാകുന്നത് കാണാൻ നമുക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. കഴിഞ്ഞുപോയ പ്രണയങ്ങളൊക്കെ മിക്കവാറും പേർക്ക് നല്ല ഓർമ്മകളായിരിക്കും. പക്ഷെ ചില പേർക്ക് കൈപ്പേറിയ അനുഭവങ്ങളാണ്. കോമഡിയും മിമിക്സും പിന്നെ ഞാനും